ഈ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരും യുപി സർക്കാരും ഒക്കെ നൽകുന്നത് ഇവിടെ VIP ദർശനത്തിന് സൗകര്യമൊരുക്കാം, പ്രസാദം ഓൺലൈനായി വിതരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിവിധ ആപ്ലിക്കേഷനുകൾ, വിവിധ ആപ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യാജ ആപ്പുകളാണ്. VIP ദർശനം ഇവിടെ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പ്രസാദം ഓൺലൈനായി നൽകുന്ന സംവിധാനവും അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. ഒപ്പം നിരവധിയായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സൈബർ ലോകത്ത് വ്യാപിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിലുമൊക്കെ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ IT സെൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതിനൊപ്പം ഈ പറഞ്ഞ പൊതുജനങ്ങൾക്ക് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ VIP പരിഗണന ആർക്കും ഉണ്ടാകില്ലെന്നും പ്രസാദമൊന്നും ഓൺലൈൻ നൽകില്ലെന്നും വീണ്ടുമുള്ള മുന്നറിയിപ്പുകൾ, ഒപ്പം ഈ മൈക്ക് അനൗൺസ്മെന്റും ഒക്കെ ഇവിടെ കാര്യമായി തന്നെ ഇന്നലെ മുതൽ നൽകുന്നുണ്ട്. കാരണം അത്തരം ആപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം മറ്റൊരു കാര്യം, ഇവിടെ ഈ 23 മുതലാണ് ദർശനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പൂജ ചെയ്യുന്ന രാംലല്ല വിഗ്രഹത്തിനൊപ്പം ഭരതന്റെയും ശത്രുഘ്നന്റെയും ലക്ഷ്മണന്റെയും ഇവരുടെ 3 പേരുടെയും ബാലരൂപത്തിലുള്ള വിഗ്രഹങ്ങളും പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 4 വിഗ്രഹങ്ങൾ ഈ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ള പൂജകളാകും ഉണ്ടാവുക. മൈസൂരിൽ നിന്നുള്ള ശില്പി അരുൺ യോഗി രാജ് നിർമ്മിച്ച പുതിയ രാംലല്ല വിഗ്രഹമാണ് ഇപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ 150 മുതൽ 200 വരെ കിലോഗ്രാം ഭാരമുള്ള ഒരു വിഗ്രഹമാണ് ഇത്. ഈ പ്രായശ്ചിത്ത കർമ്മ പൂജകൾ, മൂർത്തിയുടെ പരിസര പ്രവേശനം, ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള സ്നാനം എന്നിവയാണ്. ഈ 19-ാം തീയതി ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള സ്നാനമാണ് ഇന്ന് നടക്കുന്നത്. 20-ന് നാളെ മധുരം, ഫലകങ്ങൾ എന്നിവയുപയോഗിച്ചുള്ള പൂജാവിധികൾക്ക് ശേഷമാകും മറ്റന്നാൾ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ 121 ആചാര്യന്മാർ പങ്കെടുക്കുന്ന വലിയ പൂജാ ചടങ്ങുകൾ, താന്ത്രിക വിധിപ്രകാരമുള്ള വലിയ പൂജ ചടങ്ങുകളാണ് എന്റെ തൊട്ടുപിറകിൽ കാണുന്ന അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കാശിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ കാർമ്മികത്തിലാണ് കർമ്മങ്ങൾ. പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 4 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളും നമ്മൾ നേരത്തെ പങ്കുവച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അതൊക്കെ അത്തരത്തിൽ തന്നെ എല്ലാ കോർഡിനേഷനോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ നടക്കുന്നു. വാഹനങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊന്നും ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം, ഈ വഴിയിൽ കൂടി പോലും പ്രവേശനമില്ല. വാഹനങ്ങളെ തടയാനുള്ള സംവിധാനം അടക്കമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ തോതിലുള്ള ഒരു സംവിധാനമാണ് അയോധ്യയിലുള്ളത്.